ഇതൊക്കെ ലേറ്റസ്റ്റ് ആണ്. പക്ഷെ രജനിയുടെ 2 പുസ്തകങ്ങളെ കിട്ടിയുള്ളൂ. നന്ദിനിക്കുട്ടി ഇന്ന് പതിവില്ലാതെ സുന്ദരിയായിരിക്കുന്നല്ലോ. എന്താ കാര്യം? ഞാനൊരു കാര്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുമോ ഇല്ലയോ? കാര്യം പറയൂ. നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നത് ആരാണെന്നറിയാമോ? അത് കേട്ട് അത്ഭുതപ്പെടണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും. അല്ല, രജനി. രജനി? ആ, ഭാര്യയൊക്കെയുണ്ട്. നമുക്ക് പോയി ഒന്ന് പരിചയപ്പെടാം. നന്ദിനിക്കുട്ടി, ഞാനൊന്ന് കുളിച്ചിട്ട് പോരെ? കുളിയൊക്കെ പിന്നീടാവുന്നേ. വരൂ. ശരി, നന്ദിനിക്കുട്ടിയുടെ ഇഷ്ടം. പക്ഷേ അയാൾ എന്നോട് വല്ല സാഹിത്യം പറഞ്ഞാലോ? അതൊക്കെ ഞാൻ ഏറ്റു. വരണം. ഓയ്, എടുത്തോണ്ട് പോ. ഇന്ന് വന്ന് കയറിയതേ ഉള്ളൂ. അതുകൊണ്ടെല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. ഞങ്ങൾ അപ്പുറത്ത് താമസിക്കുകയും നന്ദിനിക്കുട്ടി സാറിന്റെ എല്ലാ നോവലുകളും മുടങ്ങാതെ വായിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ടൊന്ന് പരിചയപ്പെടാമെന്ന് കരുതി. ഓഹോ, അത് ശരി. എന്താ പേര്? രവി. ചില്ലറ ബിസിനസ് ഒക്കെ നോക്കി കഴിയുകയാണ്. എനിക്ക് സാറിനെ നേരത്തെ അറിയാം. ഒരിക്കൽ എന്റെ കോളേജിൽ വന്നിട്ടുണ്ട്. അന്നെന്റെ ഓട്ടോഗ്രാഫിൽ ഒരിക്കലും എന്നെ പോലെ ആയാതിരിക്കുമെന്ന് എഴുതി തന്നു. സാറിന് ഓർമ്മയുണ്ടോ? ഞാൻ എവിടെ ഓർമ്മിക്കാനാ? ഫോട്ടോഗ്രാഫിൽ ഞാൻ എഴുതുന്നൊരു പതിവ് വാചകമാണത്. എന്റെ ഏതെല്ലാം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? ഒട്ടുമിക്കതും. അടുത്തുറന്നെ ഇറങ്ങി ജാലകം എന്ന പേര്. അതും വായിച്ചു. പക്ഷെ അതിന്റെ അവസാനത്തോട് എനിക്കത്ര യോജിപ്പില്ല. പലരും അത് തന്നെ പറഞ്ഞു. എന്താണെന്നറിയില്ല. നായിക അവസാനം ആത്മഹത്യ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീലാകാശത്തിന്റെ അന്ത്യം ഉണ്ടല്ലോ, ഗംഭീരമായിരുന്നു. എന്റെ സ്വപ്നങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിലെ രാഘവൻ നമ്പ്യാരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം. അയാൾ ആ കണ്ണുകൾ ദാനം ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിരിക്കട്ടെ, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ? അത് കണ്ണീർ കണങ്ങളാണ്. പ്രത്യേകിച്ചും ആ വിലാസിനി എന്ന കഥാപാത്രം. അത് സിനിമയാക്കിയാൽ കുറച്ച് കാശ് വരും. പലരും എന്നെ സമീപിച്ചതാണ്. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു. ഇനിയും കാണാൻ പറ്റും. ഓ, നമസ്കാരം. ഒന്നും തന്നെ. ഈ പുസ്തകങ്ങളൊക്കെ എപ്പോ വായിച്ചു? ഏതായാലും ഈ ജന്മം നന്ദിനിക്കുട്ടിയുടെ ഭർത്താവായി പോയി. മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനാവാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാനും കുറച്ചൊക്കെ വായിച്ചു തുടങ്ങി. ഹലോ, രവി ഹിയർ. ഇന്ന് തന്നെ പുറപ്പെടണം. ഹോൾഡ് ഓൺ പ്ലീസ്. നന്ദിനിക്കുട്ടി, വേഗം റെഡി ആയിക്കോ. ഒരു ട്രിപ്പിനുള്ള ചാൻസ് വന്നിട്ടുണ്ട്. ഭംഗിയല്ലേ? എനിക്ക് ഭംഗിയൊന്നും നോക്കിയിരിക്കാൻ സമയമില്ല. മണി 9 ആ, പിന്നെ നന്ദിനിക്കുട്ടി വിശ്രമിക്കാനായി ഈ റൂഫ് ഗാർഡൻ മുഴുവൻ അവർ വിട്ടു തന്നിരിക്കും. ഞാൻ വൈകുന്നേരം 4 മണിക്കെത്താം. അതുവരെ നേരം കളയാൻ രജനി പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പോട്ടെ.
നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി ഇവിടെ? എന്റെ ഭർത്താവിന്റെ കൂടെ വന്നതാ. എന്നിട്ട് എവിടെ? പുറത്തു പോയിരിക്കുക, വൈകുന്നേരം മടങ്ങി വരും. നന്നായി, എനിക്കൊന്ന് പരിചയപ്പെടാമല്ലോ. ഭർത്താവ് എഴുത്തുകാരനാണോ? അല്ല, ബിസിനസ്സാണ്. നാം തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചതേയില്ലല്ലേ? മനസ്സിന്റെ ഐക്യമാണ്. ഇപ്പൊ തന്നെ ഞാൻ ഫ്ലോർ മാറി വന്നതാണ്. അല്ലെങ്കിൽ നാം തമ്മിൽ കണ്ടുമുട്ടില്ലായിരുന്നു. നന്ദിനിക്കുട്ടിക്ക് സുഖമല്ലേ? ചന്ദ്രന് സുഖമാണോ? ഓ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. നന്ദിനിക്കുട്ടി അറിഞ്ഞിരുന്നോ? ഞാനെങ്ങനെ അറിയാനാണ്? എന്നെ അറിയിച്ചില്ലല്ലോ. കല്യാണം അറിയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഭാര്യയുടെ മരണം നേരിട്ട് അറിയിക്കുന്നു. അവൾ 2 മാസം എന്റെ കൂടെ ജീവിച്ചുള്ളൂ. എന്തായിരുന്നു അസുഖം? ഒരു പനി, അത്ര തന്നെ. പക്ഷേ തെറ്റെന്റേതാണ്. എന്റെ ജാതകത്തിലുണ്ട് എനിക്ക് ഭാര്യ വാഴില്ലെന്ന്. ഇപ്പൊ തോന്നുന്നു എന്റെ പല പഴയ ആഗ്രഹങ്ങളും നടക്കാതെ പോയത് നന്നായെന്ന്. എനിക്ക് പോകാൻ നേരായി. വൈകുന്നേരം കാണാം. തെറ്റെന്റേതാണ്. എന്റെ ജാതകത്തിലുണ്ട് എനിക്ക് ഭാര്യ പാടില്ലെന്ന്. ഇപ്പൊ തോന്നുന്നു എന്റെ പല പഴയ ആഗ്രഹങ്ങളും നടക്കാതെ പോയത് നന്നായെന്ന്. എന്താ നന്ദിനിക്കുട്ടി ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നോളൂ, ഉറങ്ങിക്കോളൂ. എന്താ ബാച്ചിയുള്ള 1-ാം തീയതിയായിട്ട് വിശേഷം? 1-ാം തീയതിയായിട്ട് വിമാനാപകടമാ പത്രത്തിൽ വായിച്ചത്. 150 പേര് മരിച്ചു വന്നു. ആ, പെട്ടിയൊക്കെ എടുത്ത്. ഓ, ചായ. ചേട്ടൻ ഇന്ന് ഓഫീസിൽ പോന്നില്ലേ? ഇല്ല, ഇന്ന് ഓഫീസിൽ പോണെന്ന് പറഞ്ഞല്ലേ രാവിലെ തന്നെ യാത്ര തിരിച്ചത്? 2 ദിവസത്തേക്ക് ഞാൻ പോകുന്നില്ല നന്ദിനിക്കുട്ടി. എന്താ കാര്യം? എങ്ങോ ഒരു വിമാനം തകർന്നേനാണോ? വിമാനം തകർന്നത് എങ്ങുമാണ്. പക്ഷെ അതിൽ മോഹനും ഉണ്ടായിരുന്നു നന്ദിനിക്കുട്ടി. നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി. രവി, ലോകത്ത് അബോർഷനും മറ്റും സാധാരണമാണ്. അതിന് നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിഷമിച്ചാലോ? മോഹന്റെ മരണവിവരം ഞാൻ നന്ദിനോട് പറയാൻ പാടില്ലായിരുന്നു. അതിനി പറഞ്ഞിട്ട് എന്താ കാര്യം? വരാനുള്ള വഴി തങ്ങും. നന്ദിനിക്കുട്ടിയുടെ ഹാർട്ടിനെ പറ്റി ഡോക്ടർ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും കേൾക്കാൻ കാത്തിരിക്കുക. ഹാർട്ടിന് ഒരു തകരാറുമില്ല, അല്പം വീക്കാണെന്ന് മാത്രം. അത് ചിലർക്ക് അങ്ങനെയാണ്. അതിന് ചികിത്സയോ ഓപ്പറേഷനോ ഒന്നും വേണ്ട. മനസ്സെപ്പോഴും ഹാപ്പി ആയിരുന്നാ മതി. പിന്നെ വാസന്തി ഹോസ്പിറ്റലില്ലേ, നമുക്ക് നാളെ പോരുകയും ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചാലോ?
കമോൺ. എടോ താൻ ആഫീസിൽ ഇരുന്നില്ലേ? ഞാൻ ഇന്നുകൂടി ലീവ് എടുത്താലോ എന്ന് ആലോചിക്കാം. വേണ്ട വേണ്ട. നന്ദിനിക്കുട്ടി, തന്റെ ഭർത്താവിയായിട്ട് ഭയങ്കര ഉഴപ്പാ. വേഗം ഓഫീസിലോട്ട് വിട്ടേക്കണേ. ചേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നേ? ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല, ഞാൻ 2 ദിവസം കഴിഞ്ഞ് പോകാന്ന് കരുതിയ. വേണ്ട വേണ്ട, എന്റെ കാര്യം ഓർത്തിട്ടാണോ? എന്റെ അസുഖമൊക്കെ എപ്പോഴേ മാറി. ഞാൻ ദേ മിടുക്കത്തെ നിൽക്കുന്നതില്ലേ? എന്നെ മനസ്സിലായോ? സാറിന്റെ ഭാര്യയല്ലേ? അകത്തേക്ക് വരൂ. ഇല്ല, കുഞ്ഞൊറ്റയ്ക്ക. എനിക്ക് ഒരു 25 രൂപ തരാമോ? അയ്യോ പിന്നെന്താ? അദ്ദേഹം ഇവിടെ ഇല്ല, 2 ദിവസം കഴിഞ്ഞേ വരൂ. അയ്യോ, കുഞ്ഞൊറ്റയ്ക്ക് കിടക്ക്. അങ്ങോട്ടൊന്ന് വരാമോ? വരാം. അന്ന് നിങ്ങൾ വന്നപ്പോ ഞാൻ മുമ്പോട്ട് വരാത്തതിൽ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല. അതെന്താ അങ്ങനെ? അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രകൃതം. രാത്രിയിൽ ഇവിടെ നടക്കുന്ന ബഹളമൊന്നും അപ്പുറത്ത് കേൾക്കാറില്ലേ? എന്താ അങ്ങനെ? ആ, കാപ്പി കുടിക്ക്. രാത്രിയിൽ കുറച്ച് ബഹളമുണ്ടാക്കിയാൽ അദ്ദേഹത്തിന് ഉറക്കം വരും. ഒന്നുകിൽ എന്നെ തല്ലണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും തല്ലിപ്പൊട്ടിക്കണം. പക്ഷേ എന്നോട് ഇങ്ങനെയൊക്കെയുള്ളൂ. പുറത്തുള്ളവരോടൊക്കെ നല്ല മര്യാദയായിട്ടാണ് പെരുമാറുന്നത്. ഈ പേന വെച്ചാണോ എഴുതുന്നത്? അങ്ങനെയൊന്നുമില്ല. പേന വേറെ 5-6 എന്താ? ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. അവയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എനിക്കും വളരെ ഇഷ്ടമാണ്. ഒരിക്കൽ ഞാനും അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് തന്നെ. ചേച്ചി എന്താണ് ഈ പറയുന്നത്? ആ, ഒക്കെ പിന്നെ പറയാം. പറയാൻ തുടങ്ങിയാൽ വളരെയേറെയുണ്ട്. നന്ദിനിക്കുട്ടി ഇപ്പൊ പോയിക്കൊള്ളു. ഈ രൂപ എപ്പോ തിരിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പുറത്തെ ചേച്ചിയില്ലേ, അവര് ഒന്ന് 25 രൂപ വാങ്ങിയിട്ട് പോയി. വല്ല ആവശ്യവും കാണുമായിരിക്കും. എഴുത്തുകാർക്ക് കാശ് കിട്ടില്ലേ ചേട്ടാ? കിട്ടുമായിരിക്കും. എവിടാ? ആര് കൊടുക്കാനാ? ഇപ്പൊ 30 അല്ലയോ എഴുത്തുകാര്. എന്റെ ഇളയ മകനും തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ കഥ എഴുത്ത്. ഇന്നലെ ഞാൻ പിടിച്ച് 2 അലക്കങ്ങ് കൊടുത്തു. അതെന്തിനാ പാച്ചുപിള്ളേ? എന്തോത്തിനാ എഴുത്തുകാരനാവുന്നേ? വേറെ പണിയൊന്നും ഇല്ലയോ? അങ്ങേരെ തന്നെ കണ്ടില്ലയോ? എത്ര കിട്ടിയിട്ട് എന്തുവാ പ്രയോജനം? പക്ഷെ അവൻ കുടിച്ചു തീർക്കല്ലയോ? കുടിക്കോ? കൊള്ളാം, കുടിക്കോന്ന്. ആ ചെറുക്കനെ പിന്നെ എന്തിനാ നിർത്തിയിരിക്കുന്നേ? അവൻ ആ ദിവസവും സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നേ. അതും അകത്താക്കിക്കൊണ്ടാ ഈ അടിയും പിടിയും. മിനിഞ്ഞാന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ആ സ്ത്രീയെ കഴുത്തി പിടിച്ച് തള്ളുന്നേ. ആ പാച്ചുള്ള കടയടയ്ക്കുന്നതിന് മുമ്പ് പോയി സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വരും. ഓ, സത്യമാണോ ചേട്ടാ ഇത്? നമുക്ക് എന്ത് വേണം നന്ദിനി കുട്ടി? അവരെങ്ങനെ വേണേലും ആയിക്കോട്ടെ. വരൂ, നമുക്ക് പോയി ഉണ്ണാം. രവിയേട്ടാ, അഗ്നിപേടകം, മരീചിക, സത്രം, വേനൽ. ഒരു സാധാരണ ഭാര്യ കൊടുക്കുന്ന കുറിപ്പിൽ ഉപ്പിന്റെയും മുളകിന്റെയും കണക്കാണുണ്ടാവുക. ഞാനൊരു അസാധാരണ ഭർത്താവാണല്ലേ? പിന്നെ ഒരു കണ്ടീഷൻ, മേലാൽ പകൽ മാത്രമേ വായിക്കാവൂ. രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് വായിക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. പിന്നെ പാച്ചുള്ളിക്ക് വീട് വരെ പോണമെന്ന് പറഞ്ഞു. പോയിക്കോട്ടെ, എന്താ? ശരി. ആ, വരണം വരണം.
ഞാനൊരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. കാറ്റ് കൊള്ളുകയാണല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല. ഒന്നോർത്താൽ നിങ്ങൾക്കൊക്കെ ജീവിതമുള്ളൂ. ഈ ഭൂമുഖത്ത് ജീവിതമില്ലാത്തത് എഴുത്തുകാരന് മാത്രമാണ്. അതെന്താ അങ്ങനെ? എഴുത്തുകാരൻ ജീവിതം എഴുതി തള്ളുകയല്ലേ, ജീവിക്കുന്നില്ലല്ലോ. ഇന്നുവരെ ഞാൻ മറ്റുള്ളവരുടെ ജീവിതം പാത്തും പതുങ്ങിയും കണ്ട് കുറെ കഥകൾ എഴുതി. പക്ഷെ ഞാൻ ഇന്നുവരെ നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല. മിസ്റ്റർ രവിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എഴുത്തുകാരൻ കുടിക്കുന്നു, പടിപിഴച്ച് നടക്കുന്നു, അരുതാത്തതെല്ലാം ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ടാണ് അവന് നല്ല കഥകൾ എഴുതാൻ കഴിയുന്നത്. എന്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ല, കാരണം ഞാൻ കുടിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമാണ്, നിങ്ങളെപ്പോലെ പലർക്കും. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ആത്മാഹുതി ചെയ്യുകയാണ്. എന്താ, ശരിയല്ലേ? നിങ്ങളുടെ ഈ ബന്ധം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നും. എനിക്ക് ഈ ജീവിതം, ഈ ജന്മം സാധ്യമല്ല. പക്ഷേ ഈ ജീവിതം എഴുതാനാവും. പുതിയ നോവലൊന്നും എഴുതുന്നില്ലേ? ഒരെണ്ണം എഴുതേണ്ടിയിരിക്കുന്നു. ഒരു വാരികയിൽ നിന്നും കുറച്ച് അഡ്വാൻസ് വാങ്ങിപ്പോയി. കഥയൊക്കെ തീരുമാനിച്ചു? കഥ നിങ്ങളെ പറ്റിയാണ്. നിങ്ങളാണ് എന്റെ നായിക. എന്താ പേര്? നന്ദിനിക്കുട്ടി. നന്ദിനിക്കുട്ടിയാണ് എന്റെ കഥയിലെ നായിക. ആ, ഞാൻ നിങ്ങളുടെ രസം കളയുന്നില്ല. കുടിച്ചിട്ടുണ്ടല്ലേ? കൊള്ളാം. അല്ലെങ്കിൽ ഒരു തവണ കണ്ട പരിചയത്തിൽ നമ്മളോട് ഇത്രയും നേരം സംസാരിക്കും. പക്ഷെ നന്ദിനിക്കുട്ടിക്ക് ഇനി എഴുത്തുകാരോടാണല്ലോ ബഹുമാനം. ഇരിക്കൂ ചേച്ചി. വേണ്ട കുട്ടി, കയറിയിരിക്കാൻ നേരമില്ല. ഞാൻ പോവുകയാണ്. എങ്ങോട്ട്? വീട്ടിലേക്ക്. വീട്ടിലെത്തിയ ഉടനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒഴിയും. എന്താ ചേച്ചി കാരണം? ഒരു സ്ത്രീക്ക് എത്രയെന്ന് കരുതി സഹിക്കാനാവും? അദ്ദേഹത്തിന് ഒരു ഭാര്യയുടെ ആവശ്യമേ ഇല്ല. ഞാനൊന്ന് കരഞ്ഞാൽ അതും മതി അദ്ദേഹത്തിനൊരു കഥയ്ക്ക്. ഇതിന്റെ മൂത്ത കുട്ടി മരിച്ചത് തന്നെ സമയത്ത് ശുശ്രൂഷ കിട്ടാഞ്ഞിട്ടാണ്. ഇപ്പൊ ഏതു നേരവും കുടിയ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ഭാര്യയായി ജീവിക്കണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. അദ്ദേഹം വരുന്നതിന് മുമ്പ് എനിക്ക് യാത്ര തിരിക്കണം. ഞാൻ പോട്ടെ. നമ്മൾ തമ്മിൽ 25 രൂപയുടെ ഒരു കടമുണ്ട്. എന്നാലും ആ ചേച്ചി പിണങ്ങിപ്പോയത് വലിയ കഷ്ടായിപ്പോയി അല്ലേട്ടാ? നന്ദിനിക്കുട്ടി എന്തിനാ ഇതൊക്കെ ഓർത്ത് കിടക്കുന്നു? അവര് ബന്ധം കഴിഞ്ഞാൽ നമുക്കെന്താ? ആ സ്ത്രീ പോയ സ്ഥിതിക്ക് നന്ദിനിക്കുട്ടി അങ്ങോട്ടൊന്നും പോകാതിരിക്കുന്നതാ നല്ലത്. അതും ഇതും ആലോചിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. സാർ, നന്ദിനിക്കുട്ടി ഇരിക്കൂ. എന്തിനാ സാർ എന്നും ഇങ്ങനെ കുടിക്കുന്നത്?
നന്ദിനെക്കുട്ടി എന്തിനാ എന്നും പൊട്ട് തൊടുന്നത്? ആ? ഇന്ന് ഞാൻ കുടിക്കുന്നത് നന്ദിനിക്കുട്ടിയുടെ കഥ എഴുതാൻ വേണ്ടിയാണ്. കുടിച്ചു കുടിച്ച് ഞാൻ ഒരുപാട് കഥകൾ എഴുതി, ഒരുപാട് ജീവിതങ്ങൾ പകർത്തി വെച്ചു. പക്ഷേ എനിക്ക് മാത്രം ജീവിതമില്ല. രാജഗോപാൽ എന്ന രജനിയുടെ ജീവിതം ആർക്കും അറിഞ്ഞുകൂടാ. ഇന്നലെ മുഴുവൻ നന്ദിനിക്കുട്ടിയെ പറ്റി എഴുതാൻ ഞാൻ കാത്തിരുന്നു. പക്ഷെ നടന്നില്ല. കാരണം നന്ദിനിക്കുട്ടിയെ പറ്റി എനിക്കൊന്നും അറിയില്ല. അറിയോ നന്ദിനിക്കുട്ടി? പറയൂ നന്ദിനിക്കുട്ടി, അറിയാത്ത നന്ദിനിക്കുട്ടിയെ പറ്റി ഞാൻ എന്തെഴുതും? വരൂ നന്ദിനിക്കുട്ടി. നന്ദിനിക്കുട്ടി ഓടിയോ? എന്തിനാ ഓടിയത്? ഓടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വന്നപ്പോ ഇവിടെ ആരുമില്ല. വയറ് വല്ലാതെ വിശന്നു. ഉള്ള മുട്ട വെച്ച് ഓംലെറ്റ് ഉണ്ടാക്കി. നന്ദിനിക്കുട്ടിക്കും ഉണ്ട്. രജനി നന്ദിനിക്കുട്ടിയുടെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നന്ദിനിക്കുട്ടി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. ഞാനൊരു കഥ എഴുതി. നന്ദിനിക്കുട്ടിക്ക് എഴുത്തുകാരോടല്ലേ താല്പര്യം. അതുകൊണ്ട് ഒരു എഴുത്തുകാരനായ ഒക്കുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് കഥയിലും സ്വല്പം ബിസിനസ് തിരികെ. കഥ ഒരു ബലാത്സംഗത്തിന്റേതാ. 2 മണിക്കൂർ ഓഫീസിൽ കുത്തിയിരുന്ന് എഴുതിയതാ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വേണ്ട, പിന്നെ മതി. ശരി, നന്ദിനിക്കുട്ടിയുടെ ഇഷ്ടം. ഈ പുസ്തകങ്ങളുടെ മണം എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. ഒന്നെടുത്ത് മാറ്റാമോ?
ചേട്ടൻ ഇനി കഥ എഴുതരുത്. രവീട്ട, രവീട്ട.